അങ്ങനെ കൊച്ചിയിൽ നിന്നുള്ള ആ ഒരു വേൾഡ് റെക്കോർഡ് സാങ്ക്ടി നൊബിസ്കോ 303 വിശുദ്ധരെയാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന വിശുദ്ധരുടെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ലോക റെക്കോർഡിൽ ഈ ദേവാലയം ഇടം നേടിയിരിക്കുകയാണ്. അതിൽ കുറച്ച് പേരെ ഇപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കുറേ പേര് വളരെ മനോഹരമായി തന്നെ വസ്ത്രദാനം ആയി പക്ക ആ ഒരു വിശുദ്ധരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെ ഈ കുട്ടികൾ ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഏത് വിശുദ്ധയാണ് പേര് പറഞ്ഞേ? സെന്റ് മാർഗ്രറ്റ് ഓഫ് ആന്റിയോക്ക്. സെന്റ് മാർഗ്രറ്റ് ഓഫ് ആന്റിയോക്ക്. സെയിന്റ് മാർഗ്രറ്റ് മേരി അലക്കോക്ക്. സെയിന്റ് തിമോത്തി. തിമോത്തി. തിമോത്തി ഏതാ തിമോത്തി ഏത് രാജ്യത്തുനിന്നാ? തിമോത്തി ഡിസ്ട്രി. സെയിന്റ് വാലന്റൈൻ. സെയിന്റ് വാലന്റൈൻ ബിഷപ്പ് അല്ലേ? റോസ മിസ്റ്റിക്ക. സെയിന്റ് ജോൺ മരിയ വിയാനി. അഗസ്റ്റിനോസ്. സെയിന്റ് അഗസ്റ്റിനോസ്. ഏതാണ്? സെയിന്റ് ലിയാൻഡർ ഓഫ് സെവിൽ. ഏതാണ്? സെയിന്റ് ലിയാൻഡർ ഓഫ് സെവിൽ. സെയിന്റ് അഡാൽബർട്ട്. സെയിന്റ് ക്ലെയർ ഓഫ് മോണ്ടിഫാൽക്കോ. സെയിന്റ് ക്ലെയർ ഓഫ് മോണ്ടിഫാൽക്കോ. സെയിന്റ് ലോറൻസ്. സെയിന്റ് അനസ്താസിയ ഓഫ് സെർമിയം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേരുകൾ കേട്ടപ്പോൾ തന്നെ അറിയാം, നമുക്ക് പരിചിതമായ വളരെ കുറച്ച് പേരുകളുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ പരിചിതമല്ലാത്ത ഒരുപാട് പേരുകൾ ഇവിടെയുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ വിശുദ്ധരെ കുറിച്ചൊന്ന്? വിശുദ്ധ ജനിച്ചത് സിറിയയിലെ അന്ത്യോക്യയിലാണ്. വിശുദ്ധയുടെ അമ്മ വിശുദ്ധ ജനിച്ച സമയത്ത് തന്നെ മരിച്ചു പോയിരുന്നു. വിശുദ്ധയുടെ ഫാദർ വിശുദ്ധയെ വളർത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. സോ വിശുദ്ധയെ ഒരു പാൽക്കാരിയാണ് വളർത്തിയത്. അപ്പോൾ പാൽക്കാരി ആ സ്ത്രീ അവളെ ക്രിസ്തു മതവിശ്വാസം വളരെയധികം പഠിപ്പിച്ചു. അതുകൊണ്ട് അവൾ നല്ലൊരു വിശ്വാസിയായി തീർന്നു. അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ വിശുദ്ധനെ കുറിച്ച് നിങ്ങൾ ഈ ഒരു വസ്ത്രങ്ങൾ കഴിയുമ്പോൾ വിശുദ്ധനെ കുറിച്ച് അറിഞ്ഞിരുന്നു അല്ലേ? പഠിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് വിശുദ്ധന് സെൻറ്റ് അഗസ്റ്റിന് കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഓടി വന്നത് ഞങ്ങളുടെ അപ്പുറത്തെ സ്ഥലത്തുള്ള അരൂപ്പള്ളിയിലെ മധ്യസ്ഥനെ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. പിന്നെ അഗസ്റ്റിനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശുദ്ധരിലൊന്നാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എനിക്ക് അഗസ്റ്റിനോസ് ആയതിനും അതേപോലെ ജീവിക്കാൻ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്താണ് പറയാനുള്ളത്? സെന്റ് അഡാൽബർട്ടിനെ കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ആരായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബിഷപ്പാണ്, പിന്നെ രക്തസാക്ഷിയാണ്, മിഷണറിയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. ഈ ഒരു വസ്ത്രം ഇട്ട് ഇങ്ങനെ ദേവാലയത്തിൽ നിന്നപ്പോൾ എന്താ തോന്നിയത്? നല്ലൊരു സന്തോഷം തോന്നി. പിന്നെ സെന്റ് അഡാൽബർട്ടിനെ പോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകാനും എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് പറയുക? ഒരു ചരിത്രത്തിൽ ഇടം നേടിയതിനേക്കാൾ ഉപരി ഈ ഒരു കേട്ടിട്ടില്ല അല്ലേ? സെയിന്റ് ക്ലെയർ ഓഫ് മോണ്ടിഫാൽക്കോ ഞങ്ങൾ ഒട്ടും പരിചിതമല്ല ഇവരെ കുറിച്ച്. എന്നാലും ഈ ഒരു നിമിഷം ഇവരെ കൂടുതൽ അറിയാനും അവരെ കുറിച്ച് പഠിക്കാനും ഞങ്ങളുടെ അച്ഛന്മാർ വഴി ഞങ്ങൾക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു. അപ്പോൾ ചരിത്രത്തിൽ ഇടം നേടുന്നതിനേക്കാൾ ഒട്ടനവധി അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ വേദിയിൽ കിട്ടിയിരിക്കുന്നത്. അതിന് ഞങ്ങൾ വസ്ത്രമൊക്കെ ധരിച്ച് കഴിയുമ്പോൾ ആ വിശുദ്ധയെ കുറിച്ച് നമ്മൾ പഠിച്ച ആ വിശുദ്ധയെ കുറിച്ച് അറിഞ്ഞ വിശുദ്ധ വസ്ത്രം അറിഞ്ഞ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിശുദ്ധി അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫ് ജീവിതത്തെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ഇത് ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു നിമിഷത്തേക്ക് മാത്രമല്ല, ഇനി മുന്നോട്ട് ഈ ജീവിതത്തിലേക്കും കൊണ്ടു നയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒട്ടനവധി ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. എന്താ പറയാനുള്ളത്? ഈ ഗുഡ്നസ് ടി വിയിൽ പറയാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നു, ഞാൻ ഗുഡ്നസ് ടി വിയിൽ ഒരു ദിവസം പാടാൻ വന്നായിരുന്നു. കൂടെ ഇന്ന ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എക്സ്പീരിയൻസ് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ വിശുദ്ധൻ എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ കൂടുതലായിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ബിഷപ്പാണെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ കുറേ അധികം നാൾക്ക് മുമ്പ് AD ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് കൂടി മനസ്സിലായി. പിന്നെ എന്തായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ വേറെ 2 വിശുദ്ധരും കൂടിയുണ്ട്. ഇയാളുടെ സഹോദരന്മാർ ഇസിഡോറും പിന്നെ ഫ്ലുജൻറ്റീസും വിശുദ്ധരാണ് ഇവർ 2പേരും. അപ്പോൾ അങ്ങനെ ഒരു സെയിൻഹുഡിലുള്ളൊരു ഫാമിലി മെമ്പറാണ് ഈ സെയിന്റ് ലിയാൻഡർ. ആ സെയിന്റ് ലിയാൻഡറിനെ തന്നെ കിട്ടിയെന്നല്ലേ? ഈ നേരത്തെ പറഞ്ഞ 2 വിശുദ്ധരുടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇസിഡോറും ഫ്ലുജൻറ്റീസും അതറിയില്ല. ഓക്കെ, എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. സെന്റ് മാർഗ്രറ്റ് മേരി ആയപ്പോൾ തന്നെ നല്ലോണം സന്തോഷം തോന്നുന്നു. യേശുവിൻ്റെ തിരുഹൃദയത്തെ വളരെയധികം സ്നേഹിച്ച വിശുദ്ധയാണ്. അതുകൊണ്ട് തന്നെ എനിക്കും കൂടുതലായിട്ട് യേശുവിനോട് സ്നേഹം ഉണ്ടാവുകയും ചെയ്യും. മാർഗ്രറ്റ് മേരി അലക്കോ. എനിക്ക് നമ്മൾ കൂടുതൽ പഠിക്കുന്നതൊക്കെയാണല്ലേ, വിശുദ്ധയെ കുറിച്ച് കൂടുതൽ അറിയുന്നതൊക്കെ അല്ലേ? കൂടുതൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു.
ഓക്കെ, വിശുദ്ധനെക്കുറിച്ച് കുറേ അറിയാനും വിശുദ്ധന്മാരെക്കുറിച്ച് പഠിക്കാനും ഒരു രക്തസാക്ഷിയായിട്ട് ഒരു വിശുദ്ധനാവാനും മാതൃകയും ഉണ്ടായി. ഇതിൽ കൂടുതൽ സന്തോഷമുണ്ട്. ഓക്കെ. സെയിൻറ്റ് വാലന്റീനെ പോലെ ഈ വിശുദ്ധരായിട്ട് അണിഞ്ഞതിന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇതേപോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അണിയുന്നത്. വളരെ സന്തോഷം. ഈ സെയിന്റ് വാലന്റൈൻസിനെ കുറിച്ച് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. ഒരു പ്രേമിക്കറിൻ്റെ ഒരു വിശുദ്ധരാണ് സെയിൻറ്റ് വാലന്റൈൻ. അതുകൊണ്ട് വളരെ ഏറെ സന്തോഷമുണ്ട് എനിക്ക്. എനിക്കൊന്ന് ഈ വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ പേര് കേൾക്കാം, പക്ഷെ അതിന്റെ പിന്നിലൊരു വിശുദ്ധനാണ്. ആ വിശുദ്ധന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് ആ പേര് വന്നത് എന്നതൊക്കെ ഇപ്പോഴാണ് അറിയുന്നതിന് മുമ്പ് അറിയായിരുന്നു. ഇപ്പോഴാണ് ഇത് കിട്ടിയപ്പോഴാണ് എനിക്ക് കൂടുതൽ. ഇത് റോസാ മിസ്റ്റിക്ക മാതാവ് അല്ലേ? അതെ. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട് മാതാവാകാൻ കഴിഞ്ഞതിൽ. ഞാൻ കണ്ടത് വെച്ച് നല്ല ഭംഗിയുള്ള ഒരു മാതാവിൻ്റെ രൂപമാണ് റോസാ മിസ്റ്റിക്ക മാതാവ്. അപ്പോൾ അതനുസരിച്ച് ഭയങ്കര സന്തോഷമുണ്ട്. ഹാപ്പിയാണ് ഇപ്പോൾ മാതാവ്. എന്തോ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഈ വൈദികരുടെ മധ്യസ്ഥനാണ്. നിങ്ങൾ ചെറുപ്പം മുതലേ ഈ വിശുദ്ധനെ കുറിച്ച് അറിയാം അല്ലേ? അറിയാൻ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം പഠിക്കാനുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വസ്ത്രം അണിഞ്ഞപ്പോൾ എന്ത് തോന്നി? സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഇവിടെ ഇവിടെ ആരായിരുന്നു? സെയിൻറ്റ് ലോറൻസ്. ലോറൻസ്. വിശുദ്ധനെ കുറിച്ച് ഒന്ന് അറിയാമല്ലോ അല്ലേ? സ്പെയിനിലാണ് പുള്ളിക്കാരനായിരുന്നത്. പിന്നെ രക്തസാക്ഷിയാണ് പുള്ളിക്കാരന്. അച്ഛനും അമ്മയുടെ പേര് ഒറിയാൻഡസും പറ്റൻഷിയും. പിന്നെ രക്തസാക്ഷിയായത് ജീവനോടെ കൊന്നതാണ്. അപ്പൊ ഈ വിശുദ്ധനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ അത് ജീവിതത്തിൽ പകർത്താനൊക്കെ തോന്നിയായിരുന്നോ? തോന്നി. എന്താണ് പറയാൻ? ഏത് വിശുദ്ധനായിരുന്നു? സെയിന്റ് അനസ്താസിയ. അനസ്താസിയ. റോമില് അനസ്താസിയുടെ പേരിൽ ഒരു ബസിലിക്ക ഉണ്ട്. റോമിലല്ല, സഡാർ ക്രൊയേഷ്യ, കത്തീഡ്രൽ ഓഫ് സെയിന്റ് അനസ്താസിയ. അതെവിടെയാണ്? സഡാർ ക്രൊയേഷ്യ. വത്തിക്കാനിലുണ്ട് അനസ്താസിയുടെ പേര്. പറഞ്ഞു. അനസ്താസിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, അമ്മയുടെ പേര് സെയിന്റ് ഫോസ്തോസ് സെർമിയം, അച്ഛൻ്റെ പേര് പെർടെക്സ്റ്റസ്. അച്ഛൻ ക്രിസ്ത്യവിശ്വാസിയായിരുന്നില്ല, അമ്മ ക്രിസ്ത്യവിശ്വാസിയായിരുന്നു. സെയിന്റ് അനസ്താസിയ മരിച്ചത് പാൽമാരി ഐലൻഡിൽ ജീവനോടെയാണ് കത്തിച്ചത്. 2012 കുഴിയിൽ നിന്നും തലയും കൈയും കാണാണ്ടുപോയി. പിന്നെ അനസ്താസിയ ഡോക്ടർമാരുടെ പാട്രൺ സെയിൻ്റ് ആണ്. മെയിൻലി ഈ ദുഷ്ടാത്മാക്കളെയും സ്പെൽസിനെയും ആൾക്കാരെ അതിൻ്റെ നിന്ന് രക്ഷിക്കുന്നതായിരുന്നു സെയിന്റ് അനസ്താസിയയുടെ ജോലി. തീർച്ചയായിട്ടും ഈ ഒരു കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വിശുദ്ധനെ കുറിച്ച് കൂടുതൽ പഠിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ്. എന്താണ് പറയാനുള്ളത്? നമ്മൾ നേരത്തെ അല്ലേ കണ്ടായിരുന്നുണ്ടല്ലേ? ഇതിൽ ചേരാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് എൻ്റെ സെയിൻറ്റ് അഡ്രിയാൻ ഓഫ് നിക്കോമീഡിയാണ്. അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. അദ്ദേഹം തുർക്കിയിലായിരുന്നു. തുർക്കിയിൽ നിക്കോമീഡിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജീവിച്ചതും. തുർക്കിയിൽ നിന്നുള്ള വിശുദ്ധനാണോ? നമ്മുടെ മാർപ്പാപ്പ ഇപ്പൊ തുർക്കി സന്ദർശിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അദ്ദേഹം ക്രിസ്ത്യാനികളുടെ പീഡിപ്പിക്കുന്ന അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടുള്ള മധ്യസ്ഥനായിരുന്നു. പട്ടാളായിരുന്നോ? രാജാവിന്റെ ഏത് രാജാവിന്റെ അറിയില്ല. ഓക്കെ. എന്തായാലും ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ വിശുദ്ധർ വളരെ മനോഹരമായി നമുക്ക് അറിയുന്ന കുറെ വിശുദ്ധരുണ്ട്, അറിയാത്ത കുറെ വിശുദ്ധരുണ്ട്. അറിയാത്ത വിശുദ്ധരെ കുറിച്ച് ഇപ്പോൾ ഈ കുട്ടികൾ തന്നെ നമുക്കത് പറഞ്ഞു തന്നു. ഒരു വേൾഡ് റെക്കോർഡ് നേടി എന്ന് ഞാൻ നേരത്തെ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും വേൾഡ് റെക്കോർഡ് നേടി എന്നതിനേക്കാൾ ഈ കുട്ടികൾക്ക് അഭിമാനം തോന്നുന്നത് ആ വിശുദ്ധരുടെ വേഷം അണിഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ ബലിയിലും തുടർന്ന് ഇങ്ങനെ ആയിരിക്കാനും ആ വിശുദ്ധരെ കുറിച്ച് കൂടുതൽ അറിവ് നേടാനും. ഒപ്പം പല കുട്ടികളും പറയുന്നത് കേട്ടു, ആ വിശുദ്ധരെ പോലെ തന്നെ ഇനി ജീവിതത്തിലൊക്കെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് തോന്നി. അത്തരത്തിൽ വലിയൊരു മാറ്റമാണ് ഈ കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ സാധിച്ചെടുത്തത് എന്ന് തന്നെ നമുക്ക് ഇവരുടെ ഈ ഒരു വാക്കിൽ നിന്നും സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.